മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരിൽ നിന്നും സേനാംഗങ്ങളെ തുടങ്ങുന്നതാണ്. ഈ 9 മാസം കാലത്തെ തീവ്ര പരിശീലനത്തിന്റെ ഭാഗമായി ഇൻഡോർ വിഷയങ്ങളിൽ നടത്തിയ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി KAP 1-ാം ബറ്റാലിയന്റെ ബെസ്റ്റ് ഇൻഡോറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ദേശത്ത് തറയിൽ വെട്ടി ബാബു സുധാനന്ദ ദമ്പതികളുടെ മകനായ RTPC 2835 സജിത് ബി. RTPC 2835 സജിത് ബി, KAP 1-ാം ബറ്റാലിയൻ. പരേഡിലും കായിക പരിശീലനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടുക്കി ജില്ലയിൽ വെള്ളിയാമറ്റം ദേശത്ത് പാറങ്കാട്ടുപെട്ടിൽ PK ശ്രീനിവാസൻ EK വത്സം ദമ്പതികളുടെ മകനായ RTPC 2788 നിഖിൽ ശ്രീനിവാസൻ, KAP 1-ാം ബറ്റാലിയൻ. ബെസ്റ്റ് ഔട്ട്ഡോർ RTPC 2888 നിഖിൽ ശ്രീനിവാസൻ, KAP 1-ാം ബറ്റാലിയൻ. പരിശീലനത്തിന്റെ ഭാഗമായി നടത്തിയ ഷൂട്ടിംഗ് മത്സരത്തിൽ കൂടുതൽ മാർക്ക് നേടി വിജയിച്ചത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ദേശത്ത് ചന്ദ്രൻ സുധാ ദമ്പതികളുടെ മകനായ RTPC 2822 അമൽ ചന്ദ്രൻ, KAP 1-ാം ബറ്റാലിയൻ. ബെസ്റ്റ് ഷൂട്ടർ RTPC 2822 അമൽ ചന്ദ്രൻ, KAP 1-ാം ബറ്റാലിയൻ. പരിശീലനത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് RTPC 2788 നിഖിൽ ശ്രീനിവാസൻ, KAP 1st ബറ്റാലിയൻ. ശ്രീ നിഖിൽ ശ്രീനിവാസൻ ഇന്നത്തെ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ കൂടിയാണ്. ഓൾറൗണ്ടർ RTPC 2788 നിഖിൽ ശ്രീനിവാസൻ, KAP 1-ാം ബറ്റാലിയൻ. KAP 2-ാം ബറ്റാലിയനിലെ ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ സാബു ഭവനിൽ സൈരസ് തങ്കം ദമ്പതികളുടെ മകനായ RTPC 105 സാബു സൈരസ്. RTPC 105 സാബു സൈലസ്, ബെസ്റ്റ് ഇൻഡോർ. പരേഡിലും കായിക പരിശീലനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പുറത്ത് ദേശത്ത് കുറ്റിക്കാടൻ വീട്ടിൽ പോൾ ലിസി ദമ്പതികളുടെ മകനായ RTPC 192 മാത്യു പോൾ, KAP 2-ാം ബറ്റാലിയൻ.
ബെസ്റ്റ് ഔട്ട്ഡോർ RTPC 192 മാത്യു പോൾ KAP 2ാം ബറ്റാലിയൻ. പരിശീലനത്തിന്റെ ഭാഗമായി നടത്തിയ ഷൂട്ടിംഗ് മത്സരത്തിൽ ഒന്നാമതെത്തിയ KAP 2ാം ബറ്റാലിയൻ ബെസ്റ്റ് ഷൂട്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ദേശത്ത് മുളന്മടയ്ക്കൽ പരേതനായ ഹുസൈൻ സുഹ്റ ദമ്പതികളുടെ മകനായ RTPC 281 ഷിനാഫ് MH KAP 2ാം ബറ്റാലിയൻ. ബെസ്റ്റ് ഷൂട്ടർ RTPC 281 ഷിനാഫ് MH KAP 2ാം ബറ്റാലിയൻ. പരിശീലനത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് KAP 2ാം ബറ്റാലിയൻ ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് RTPC 192 മാത്യു പോൾ. ശ്രീ മാത്യു പോൾ ഇന്നത്തെ പരേഡിലെ 8ാമത്തെ പ്ലട്ടൂണിനെ നയിച്ച പ്ലട്ടൂൺ കമാൻഡർ കൂടിയാണ്. നന്ദി സർ. സമ്മാനദാന ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഇന്നത്തെ പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആളുകളുടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഇപ്പോൾ പോലീസിൽ ചേരുന്നത്. നേരത്തെ കണ്ട പ്രവണത ഇവിടെയും അതേപോലെ തുടരുന്നു എന്നതാണ് പ്രത്യേകത. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല, ഈ അടുത്ത കാലത്ത് പോലീസിൽ ചേർന്ന പരിശീലനം പൂർത്തിയാക്കിയ ബിടെക്കുകാര്, എംഫിലുകാര്, മറ്റ് സാങ്കേതിക യോഗ്യത നേടിയവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയവർ, BEd കഴിഞ്ഞവർ, ഇങ്ങനെയുള്ള ഒട്ടേറെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത കരസ്ഥമാക്കിയവരാണ് പോലീസിൽ ചേരുന്നത്. ഇത് പോലീസിന്
തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് കാണേണ്ടത്. നല്ല അനുഭവ സമ്പത്തും അതോടൊപ്പം വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ്. പരിശീലനത്തിൻ്റെ ഭാഗമായി ആധുനിക ആയുധങ്ങളുടെ ഉപയോഗം മാത്രമല്ല, വ്യത്യസ്ത നിയമങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, മനഃശാസ്ത്ര സമീപനങ്ങൾ, ഇതെല്ലാം കൂടി ലഭിച്ച ഒരു വിഭാഗമാണ് ഇവിടെ പരിശീലനം പൂർത്തിയാക്കുന്നത്. പോലീസിന്റെ ഏറ്റവും പ്രധാന കർത്തവ്യം നിയമവാഴ്ച ഉറപ്പാക്കലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകലുമാണ്. ഏത് അതിക്രമമായാലും ആ അതിക്രമങ്ങളെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ആധുനികവും ശാസ്ത്രീയവുമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും തങ്ങളുടെ പ്രധാന ചുമതലയായി കാണേണ്ടത് ഓരോ മനുഷ്യന്റെയും അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള ചുമതല തനിക്കുണ്ട് എന്നതാണ്. ആരുടെയും അന്തസ്സിനെ ഹനിക്കാൻ പാടില്ല, ആരുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനും പാടില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ കുറെ കാലം കഴിയേണ്ടി വന്നിട്ടുണ്ട്. അന്ന് നിയമക്രമം പാലിക്കാൻ ചുമതലപ്പെടുത്തിയ പോലീസ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളോട് ഈ മനോഭാവമല്ല ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളുടെ അടിമകളാണ് എന്ന തരത്തിലായിരുന്നു അന്നത്തെ പോലീസ് മേധാവികൾ പെരുമാറിയിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് ദീർഘകാലം പിന്നിട്ടെങ്കിലും അതിൻ്റെതായ അംശങ്ങൾ പൂർണ്ണമായി വിട്ടുപോകാത്ത അവസ്ഥ നമ്മുടെ പോലീസ് സംവിധാനത്തിന്. എന്നാൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ ഗവൺമെന്റ് തന്നെ പോലീസിന് മാനുഷിക മുഖം നൽകാനുള്ള
ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു. അതേവരെ പോലീസ് എന്നത് അധ്വാനിക്കുന്നവർക്കും മൊത്തത്തിൽ ജനങ്ങൾക്കും എതിരായിട്ടായിരുന്നു നിന്നിരുന്നത്. സമൂഹത്തിലെ വളരെ ചുരുക്കം വരുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ നാടുവാഴികൾ, ജന്മിമാര്, മുതലാളിമാര്, അവരുടെയെല്ലാം ചുൽപ്പടിക്ക് നിൽക്കേണ്ടവരാണ് എന്ന ധാരണയാണ് ഈ ആദ്യത്തെ ഗവൺമെന്റ് വരുന്നതിന് മുൻപ് രാജ്യത്താകെയുണ്ടായിരുന്നു. എന്നാൽ അതല്ല പോലീസിന്റെ കർത്തവ്യം എന്നത്. അന്ന് 1957 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പോലീസ് നയത്തിലൂടെ പ്രഖ്യാപിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. രാവിലെ നല്ല വെയിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവിടുന്ന് നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളോടൊരു കാര്യം മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായി നിങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് ജീവിതത്തിലുടനീളം ശ്രമിക്കേണ്ടതാണ്. പരിശീലനം കഴിഞ്ഞ് ജനങ്ങളിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അതിൻ്റേതായ അവിടെയാണ് ശരിയായ പരീക്ഷണഘട്ടം. ഒരു നിമിഷം മതി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ എന്ന ജാഗ്രത എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഇവിടെ പരിശീലനം പൂർത്തിയാക്കിയ എല്ലാ സേനാംഗങ്ങൾക്കും ശോഭനമായ ഒരു സേവനകാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദം. ത്രിവർണ്ണ പതാകയുടെയും തിളങ്ങുന്ന സമരമുഖങ്ങളുടെയും ഓർമ്മകളുമായി ഭാരതമെന്ന മഹാരാജ്യം സമരം ചെയ്തും സഹിച്ചും ജീവത്യാഗം ചെയ്തും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെയും അതിന് രക്തസാക്ഷികളായവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഈ സമയം അറിവിന്റെ പുതിയ അക്ഷരങ്ങൾ ചെവിയിലോതി തന്ന ഗുരുക്കന്മാർക്ക് നന്ദി പറഞ്ഞ് പ്രത്യാശയുടെ പുതിയ യുഗത്തിനെ വരവേൽക്കാൻ പീൽ ഓഫ് ചെയ്ത് പരേഡ് ഗ്രൗണ്ടിനോട് വിട പറഞ്ഞ് ഇവർ ക്രമസമാധാന പാലനത്തിനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയായി. പീൽ ഓഫ്. From the center, in succession, in threes, in slow, time. ഒരായിരം നന്മകളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇവരെ നയിക്കുന്നത്. ഈ പരേഡ് ഗ്രൗണ്ടിൽ ഇവർ പഠിച്ചത് നന്മയുടെ പാഠങ്ങളാണ്. ഏറ്റവും മഹത്തരമായ ചിന്തകളോടെ, മൂല്യങ്ങളോടെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മഞ്ഞും മഴയും വെയിലും വകവെക്കാതെ സമൂഹ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാണ്. കണ്ടുപരിചയിച്ച മുഖങ്ങളെ, നേടിയ സ്നേഹബന്ധങ്ങളെ മരണം വരെ സൂക്ഷിക്കാൻ, വേർപാടിന്റെ ഹൃദയവേദനയിലും ആ സ്നേഹം പുതിയ പരീക്ഷണങ്ങളെ നേരിടുന്നതിനുള്ള ഊർജമായി മനസ്സിൽ ആവാഹിച്ച് അറിവിന്റെ പുതിയ അക്ഷരങ്ങൾ ചെവിയിൽ ഓതി തന്ന ഗുരുക്കന്മാർക്ക് നന്ദി പറഞ്ഞ്
നൊമ്പരങ്ങളെ ഹൃദയത്തിലൊതുക്കി പ്രത്യാശയുടെ പുതുയുഗത്തിനെ വരവേൽക്കാൻ സജ്ജമായിരിക്കുന്നു ഈ യുവസേനാംഗങ്ങൾ. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി എന്ന മഹാത്മജിയുടെ വാക്കുകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി കഠിനമായ പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ കഴിവുകളെ സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുമെന്ന് മനസ്സാ വാച കർമ്മണ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഈ 420 പേർ പീൽ ഓഫ് ചെയ്ത് പരേഡ് ഗ്രൗണ്ടിനോട് വിട പറയുകയാണ്. പ്രൗഢഗംഭീരമായ ഈ പാസിംഗ് ഔട്ട് പരേഡിന് മഹനീയ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർത്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾക്കും നിയമസഭാ സാമാജികരായ ശ്രീ പി ഉണ്ണി അവറുകൾ, ശ്രീ കെ വി വിജയദാസ് അവറുകൾ, ശ്രീ പി കെ ശശി അവറുകൾ തുടങ്ങിയവർക്കും കേരള സംസ്ഥാന പോലീസ് മേധാവി ബഹുമാനപ്പെട്ട ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവറുകൾക്കും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻസ് ശ്രീ സുദേശ് കുമാർ IPS അവറുകൾക്കും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻസ് ശ്രീ ഷഫീൻ അഹമ്മദ് IPS എന്നിവർക്കും മറ്റു ഉന്നത പോലീസ് അധികാരികൾക്കും പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് വർണ്ണശബളമാക്കിയ പോലീസ് കുടുംബാംഗങ്ങൾക്കും മറ്റു അഭ്യുദയാകാംക്ഷികൾക്കും കേരള ആംഡ് പോലീസ് 2ാം ബറ്റാലിയന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. On behalf of Kerala Police, Kerala Armed Police 1st Battalion and Kerala Armed Police 2nd Battalion, we express our sincere gratitude to Honorable Chief Minister Kerala, Shri Pinarayi Vijayan, distinguished guest Shri P. Unni MLA, Shri K. V. Vijayadas MLA, Shri P. K. Shashi MLA, State Police Chief Shri Loknath Behra IPS, Additional Director General of Police Shri Sudesh Kumar IPS, Deputy Inspector General of Police Shri Shafeeq Ahmed IPS, distinguished guests, members of media, officers from various departments, battalions, and the family members of recruit policemen, constables, and other well-wishers on this auspicious occasion. ഇന്നത്തെ പരേഡിന് താളമേളങ്ങളുടെ അകമ്പടി നൽകിയത് KAP 2ാം ബറ്റാലിയനിലെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ മൈക്കിൾ നയിക്കുന്ന പൈപ്പ് ബാൻഡും AJ ബേബി നയിക്കുന്ന KAP 1ാം ബറ്റാലിയന്റെയും MSP ബറ്റാലിയന്റെയും ബ്രാസ് ബാൻഡുമാണ്. ഇവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു.